ഇന്നലെ കേരളം രണ്ട് വാർത്തകൾ കണ്ട് കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഒന്ന്, രാജേഷ് എന്ന് പറയുന്ന യുവാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോഴുണ്ടായിട്ടുള്ള ഒരു എന്താ പറയാ, തീർത്തും യാതൊരു മര്യാദകളും പാലിക്കാതെ അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുപോകുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തേത്, ഗൗതം കൃഷ്ണ എന്ന് പറയുന്ന നീണ്ടകരയിലെ യുവാവിന്റെ ആ യുവാവിനെ കാണാതെയായിട്ട് ദിവസങ്ങൾക്ക് പിന്നിടുന്നു. യാതൊരു തരത്തിലുമുള്ള തിരച്ചിൽ നടത്തുന്നതില്ല. ആ കുട്ടിയുടെ അമ്മ വന്നിട്ട് കോസ്റ്റൽ സ്റ്റേഷനിൽ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തുകയും അതിനുശേഷം പുനരാരംഭിക്കാം തിരച്ചിൽ എന്നുള്ള ഒരു വാക്ക് കൊടുക്കുകയും ചെയ്തതാണ്. ഇത് രണ്ടും കാണുമ്പോൾ മലയാളിയുടെ കണ്ണ് നിറയുന്നുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വീഴ്ചകൾ പറ്റുന്നത് ഈ സർക്കാരിന്? പ്രജിത ഒരു അമ്മയല്ലേ? അതെ. രേഷ്മ അവിടെ നടത്തിയത് പ്രതിഷേധമാണോ? ആ വാക്ക് ഞാൻ ശക്തമായി പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഒരു അമ്മയുടെ വിലാപമാണത്, അതെ. പ്രതിഷേധമല്ല. എന്തിനെ കുറിച്ചാണ് പ്രതിഷേധം? സ്വന്തം മകൻ ജീവനോടെ ഉണ്ട്, ജീവനോടെ ഇല്ലാന്ന് നമുക്കറിയാം. കാരണം ഭർത്താവിന്റെ ശരി. മൃതശരീരം കിട്ടി, അച്ഛന്റെയും അതായത് അതെ. അമ്മായച്ഛന്റെയും മൃതശരീരം കിട്ടി. അപ്പൊ മകനും എന്തായാലും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇത്രയും നാളും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കടലിലാണ് അവരുടെ അതെ. മത്സ്യബന്ധനത്തിന് പോയപ്പോ കാണാതായത്. ആ അമ്മയുടെ വിലാപം, കരച്ചിൽ, അലമുറയിട്ട് കരയാണ്. കാരണം എന്തെങ്കിലും ബോഡി മരിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ബാക്കിയുള്ള കർമ്മങ്ങൾ ചെയ്ത് ആത്മാവിന് മോക്ഷം കൊടുക്കാം, ആചാരപ്രകാരം അല്ലെ. ഇത് എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടോ? ഏതെങ്കിലും തുരുത്തില് മകന് പിടികിട്ടിയിട്ടുണ്ടോ? ഒന്നും അറിയാണ്ടിരിക്കുമ്പോ ഇതുപോലെയാണ് കഴിഞ്ഞ പ്രളയത്തില് മിഥുൻ എന്നും പറഞ്ഞ ജീവൻ രക്ഷാ പ്രവർത്തനത്തിനും മത്സ്യബന്ധനം ഉം. തൊഴിലാളികളോടൊപ്പം പോയ നമ്മളുടെ വൈപ്പിന്റെ ഒരു പയ്യന്റെ മൃതശരീരം ഇതുവരെ കിട്ടിയിട്ടില്ല. ഫൈനലി അവർ ആ റിച്വൽസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, ഇനി മടങ്ങി ഉം. വരില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോ അതുപോലെ മരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ശരീരം കണ്ടു, നമ്മൾ അവസാനമായിട്ട് അതിനുള്ള ആദരവെല്ലാം അർപ്പിച്ചു, കർമ്മങ്ങളൊക്കെ ചെയ്തു, ഉം. മോക്ഷത്തിലേക്ക് പോയി. അർജുന്റെ ഓർക്കുന്നുണ്ടോ? ശരിയൂരില്. ഷിരൂരിലെ അർജുന്റെ അതെ. നിന്ന് 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 ആ കുടുംബം അതിനു വേണ്ടി, നാട്ടുകാരും എല്ലാവരും പുറകിൽ നിന്ന് പ്രയത്നിച്ച് ഗവൺമെന്റിനെ, ശരിക്കും പറയുകയാണെങ്കിൽ ഗവൺമെന്റിനെ മുൾമുനയിൽ നിർത്തി. പക്ഷെ നമ്മൾ ആരും വിചാരിച്ചില്ല, ഞാൻ വിചാരിച്ചില്ല കേട്ടോ കുട്ടീനെ, ഉം. അത്രയും നേരം കഴിഞ്ഞു, ആ ലോറിയോട് ഇതായി പോയിരിക്കുന്നു. പക്ഷെ എന്തൊക്കെ ടെക്നിക്കൽ എഫേർട്സ് അവരെടുത്തു. ലേറ്റസ്റ്റ് ടെക്നോളജി, സൈന്യത്തിൽ നിന്നൊക്കെ ഉം. പ്രവർത്തിക്കുന്ന വലിയ വലിയ കമാൻഡർമാരും എല്ലാവരും വന്ന് അതിൽ പ്രവർത്തിച്ചു. ഫൈനലി നമുക്ക് ആ ബോഡി കിട്ടിയോ? ആ അതെ. അച്ഛനും അമ്മയ്ക്കും സഹോദരന്മാർക്കും മകനും ഉം. ഭാര്യയ്ക്കും എല്ലാവർക്കും അന്തിമമായിട്ടൊന്ന് കാണുവാനും കർമ്മങ്ങൾ ചെയ്യുവാനൊക്കെ പറ്റിയില്ലേ? അതുപോലെ എന്തുകൊണ്ട് ഈ ഗൗതമിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ പറ്റുന്നില്ല? അവര് പറയുന്ന കാര്യം കേട്ടോ പ്രജിത, നമ്മളൊക്കെ ഒരു അമ്മമാരല്ലേ? അത് അവര് വന്ന് അന്വേഷണം നടത്താൻ പറഞ്ഞില്ല എന്ന്. ഈ ഭർത്താവും അച്ഛനും ഒക്കെ നഷ്ടപ്പെട്ട് മകനെ കുറിച്ച് ഒരു വിവരവും ഇല്ലാണ്ടിരിക്കുന്ന ഒരു സ്ത്രീ വന്ന് പോലീസ് സ്റ്റേഷനിൽ ഒന്ന് കംപ്ലൈന്റ് കൊടുക്കണോ? ഇവരൊക്കെ മനുഷ്യത്വം എവിടെ പോയി? ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ സതീശന്റെ ഗവൺമെന്റ് ഹണിമൂൺ പീരീഡിൽ നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ ഈ കാര്യത്തിൽ അറ്റാക്ക് ചെയ്തേ പറ്റുള്ളൂ. അതെ. ഈ അറ്റാക്ക് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇത്തിരി മനുഷ്യത്വം കാണിക്കൂ മുഖ്യമന്ത്രി. നിങ്ങള് ഒരു അമ്മയുടെ വിലാപം നിങ്ങൾ അറിയൂ. നിങ്ങളൊരു അച്ഛനല്ലേ? നിങ്ങളും ഒരു അച്ഛനല്ലേ? നിങ്ങൾക്കറിയില്ലേ നിങ്ങളുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാലുള്ള ദുഃഖം? നിങ്ങൾക്കറിയില്ല? ആ കുട്ടിക്ക് ഒരു പനി വന്നപ്പോൾ എത്ര ദിവസം നിങ്ങൾ ഉറക്കം മുളച്ചിരുന്നിട്ടുണ്ടാവും? അല്ലെങ്കിൽ അസുഖം വരുമ്പോൾ എന്തുമാത്രം നിങ്ങൾ ആധി പിടിച്ചിട്ടുണ്ടാവും? അതെ. അതുപോലെ തന്നെ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആ അമ്മയുടെ കണ്ണുനീര് നിങ്ങൾ ഭസ്മമായി പോവാതിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ വന്നു, അവര് ഇനി ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ സുരേഷ് ഗോപി എല്ലാ കാര്യത്തിലും, ഈവൻ മിഥുന്റെ കാര്യത്തിലും സക്രിയമായി ഇടപെട്ടതാണ്. അന്ന് അദ്ദേഹം മിനിസ്റ്റർ ഒന്നല്ല, MP മാത്രമാണ്. അദ്ദേഹം വിളിക്കുന്നുണ്ട്, ഫോണിൽ വിളിക്കുന്നുണ്ട്, ഞാനിത് സെൻട്രൽ ഗവൺമെന്റ് അലേർട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ട് വാട്ട് എവർ ഇസ് പോസിബിൾ അത് നമ്മൾ ചെയ്തു കൊടുക്കും. ആ ഒരു വാക്കാണ് അതെ. കുടുംബം ആഗ്രഹിക്കുന്നത്. അതായത് അധികാരത്തിലിരിക്കുന്നവർ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. അത് നമ്മൾ അർജുന്റെ കാര്യത്തിൽ കണ്ടു കണ്ടതാണ്. അല്ലേ? ഒരു കുടുംബത്തിന്റെ എന്റെ മകന്റെ എനിക്ക് കാണണം, എന്റെ ഭർത്താവിനെ എനിക്ക് കാണണം എന്ന കുടുംബം നൊന്ത് നിലവിളിച്ച് വീട്ടിലിരിക്കും, പുറത്തിറങ്ങി ശക്തമായി പ്രതികരിക്കുകയും ചെയ്തതിന്റെ ഫലമാണ് നമ്മൾ അർജുന്റെ കാര്യത്തിൽ കണ്ടത്. ആ ഉം. ശരീരം നമുക്ക് കണ്ടെത്താൻ പറ്റി. അതുപോലെ ഇപ്പോൾ ഗൗതമിന്റെ അമ്മയും വളരെ ഇതോടെ മുന്നോട്ട് വന്നിരിക്കുന്നു. ആർക്കും കണ്ടു നിൽക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയല്ല.
അങ്ങനെയല്ല, ഗൗതമിന്റെ വീട്ടിൽ പോയി അമ്മയെയും അടുത്ത ബന്ധുക്കളെയും കണ്ട് ചേർത്ത് പിടിച്ച് എന്ത് പറ്റിയാലും ഞങ്ങൾ ഗൗതമിനെ തിരിച്ചു കൊണ്ടുവരും, ഒരു തീരുമാനം അറിയിക്കുമെന്ന് പറയാനുള്ള ഒരു ആർജവമാണ് അവിടുത്തെ ഓഫീസേഴ്സാണ് ആദ്യമായിട്ട്. ഇപ്പൊ MLA-ക്കൊക്കെ അതെ. പറയാനേ പറ്റുള്ളൂ. കളക്ടർ, പോലീസ് ഓഫീസേഴ്സ് അവരാണ് ആദ്യമായിട്ട് ആ കുടുംബത്തിലേക്ക് ചെന്നിട്ട് അവരെ ചേർത്ത് പിടിച്ച് വി ആർ വിത്ത് യു, എന്ത് പറ്റിയാലും ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്ന് പറയേണ്ടത്. വല്ലാത്തൊരു അതിൽ അവർ ഫെയിൽ നിഷ്ക്രിയത്വം ചെയ്തു. അതിലവർ അല്ലേ? ഫെയിൽ ചെയ്തു. നഷ്ടത്തിന്റെ കാര്യം അത് നിൽക്കൂ. ഞാൻ പറയുന്ന മെഷീനറി, സർക്കാർ മെഷീനറി ഫെയിൽ ചെയ്തു. നമുക്ക് അതിലുള്ള വിശ്വാസത്തെ അവർ നഷ്ടപ്പെടുത്തി. നമ്മൾ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്? പോലീസിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു തുണയായിട്ട് കിട്ടുന്നത്? ഒന്നുമില്ലല്ലോ. വെറുതെ നമ്മൾ പോയ ആ ലേഡി അവിടെ പോയി കിടന്ന് കരയുന്ന കണ്ടിട്ട് നമുക്ക് ആർക്കും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. അതെ. അവരുടെ ഒരു കൂട്ടുകാരിയോ ബന്ധുവോ ആരോ ഒരു കൂടെ ഒരു ലേഡിയും കാണിക്കുന്നത് ചേർത്ത് പിടിക്കാണ്. പക്ഷെ ആ ആശ്വാസവും സാന്ത്വനവും അല്ല വേണ്ടത്. ഗവൺമെന്റിൽ നിന്ന് ഒരു ആശ്വാസ വാർത്ത, ഒരു ചേർത്ത് പിടിക്കൽ, അതാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ആ രാജേഷിന്റെ കാര്യം, അതെ. അയ്യോ അത് ഭയങ്കരായിപ്പോയി. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന്, അദ്ദേഹം സ്വിമ്മിങ് ആൻഡ് ഡിസാസ്റ്റർ ഇതിലെ റെസ്ക്യൂ ഇൻസ്ട്രക്ടർ കൂടിയാണ്. ഉം. അദ്ദേഹം ചെറുകോൽപ്പുഴയില്, കണ്ണൂര് അവിടെയാണ് ഉണ്ടായിരുന്നത്. ഈ പെട്ടെന്ന് ഈ മിന്നൽ അതെ. പ്രളയമൊക്കെ പ്രളയം വരുന്ന ഉണ്ടായ സമയത്ത് സമയത്ത്. ബെന്നി എന്ന് പറഞ്ഞൊരു 61 വയസ്സായ സോറി. ചേട്ടന് ആകെ രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ ലൈഫ് ജാക്കറ്റ് ജാക്കറ്റ് ഊരി കൊടുത്തു. ഊരിക്കൊടുത്ത് അദ്ദേഹത്തെ രക്ഷിച്ചിട്ടാണ് അദ്ദേഹം മരണത്തിലേക്ക് കടന്നു രാജേഷ് പോയത്. പോയത്. ബോഡിയൊക്കെ നമുക്ക് കിട്ടി. പക്ഷെ ബോഡി കൊണ്ടുവരാനായിട്ട് ഇവർക്കൊന്ന് എംബാം ചെയ്യാനോ അല്ലെങ്കിൽ അത് ഒരു വൃത്തിയാക്കി ഒരു മൊബൈൽ ഫ്രീസർ ഉള്ളൊരു ആംബുലൻസ്. ആംബുലൻസ് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു 10-11 മണിക്കൂർ യാത്ര തന്നെയുണ്ട്. ആ സമയത്ത് മൃതദേഹം ഇതായിട്ട് പോവാണ്ടിരിക്കാൻ, അലുത്തു പോവാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യാണ്ടാണ് അയച്ചിരിക്കുന്നത്. സ്മെല്ല് വരാൻ തുടങ്ങി. എന്നിട്ട് ആംബുലൻസ് ഡ്രൈവർ പറയും, ഡ്രൈവർമാര് അവര് തൃശ്ശൂര് വെച്ച് ഇടപെട്ടു. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മൃതശരീരത്തിനോട് ആദരവ് കാണിച്ചേ പറ്റുള്ളൂ. ഉം. അതിപ്പോ ഒരു തടവ് പുള്ളിയാവട്ടെ, അല്ലെങ്കിൽ ഒരു വീര സൈനികനാവട്ടെ, സാധാരണക്കാരനാവട്ടെ, അപകട മരണമാവട്ടെ, അസുഖം പിടിച്ച് മരിച്ചതാവട്ടെ, എന്തോ ആവട്ടെ, നമ്മൾ ആദരവ് കാണിച്ചേ പറ്റുള്ളൂ. കാണിക്കണം. പക്ഷെ രാജേഷിന്റെ കാര്യത്തിൽ സ്വന്തം ജീവൻ ത്യജിച്ച് വേറൊരാൾക്ക് ജീവൻ കൊടുത്ത അതിസാഹസികനായ, അതിമാനുഷികമായ മനുഷ്യ സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മൃതശരീരത്തോട് ഈ അനാദരവ് കാണിക്കാൻ നമ്പർ 1 കേരളത്തിൽ മാത്രമേ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ആ ആംബുലൻസിന്റെ പുറകെ എത്ര വണ്ടികൾ വരണം? അതെ. ശരിയാണോ? ഒരു പോലീസ് എസ്കോർട്ട് ഒന്ന് അയക്കണമല്ലോ. പോകുന്നത് ഒരു സാധാരണ മൃതശരീരമല്ല. സ്വന്തം ജീവൻ ത്യജിച്ച് വേറൊരാൾക്ക് ജീവൻ കൊടുത്ത ഒരു വീരസേനാനിയുടെ ജീവനാണ് പോകുന്നത്. അവിടെ എത്തിച്ചു കൊടുക്കണ്ടേ അവിടെ മര്യാദയ്ക്ക്? എത്തിയിട്ട് ഉം, ഔദ്യോഗിക ബഹുമതികളോട് കൂടിയിട്ടാണ് മൃതദേഹം സംസ്കരിക്കുന്നത്. ഉം, പക്ഷേ ഉം, അതുവരെ അദ്ദേഹത്തിന്റെ മൃതദേഹത്തോട് കാണിച്ച അനാദരവ്, ഉം. ഇപ്പൊ കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ റിപ്പോർട്ട് തേടലല്ലോ, അതിനു അത് മുമ്പേ അല്ല, കൃത്യമായിട്ട് ചെയ്യണ്ടേ? വീണ ജോർജിന് പഠിക്കുക. എല്ലാം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് തേടുക. ആ റിപ്പോർട്ട് എന്തായാലും നമ്മൾ ആരും അറിയുന്നില്ല. ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് വീണ ജോർജിന് പഠിക്കുവാണോ നമ്മുടെ ശ്രീ കെ മുരളീധരൻ? ഇതൊക്കെ നമുക്ക് പഴയ 10 കൊല്ലത്ത് ഇതിലേക്ക് ചേർക്കാൻ പറ്റില്ല. ഒരു ആംബുലൻസ് പോലും കേരളത്തിലില്ല. മൊബൈൽ മോർച്ചറിയുള്ള ഒരു ആംബുലൻസ് പോലും കേരളത്തിലില്ല എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ 12 മണിക്കൂർ യാത്രയിൽ ഈ മൃതശരീരത്തിന് കേടുപാടുകൾ പറ്റുമെന്നും ദുർഗന്ധം വമിക്കുമെന്നും അറിയാത്ത സ്റ്റാഫാണോ ആ മെഡിക്കൽ കോളേജിൽ ഇരിക്കുന്ന കണ്ണൂരെ? ദേ ഷുഡ് ബി നോയിങ്. നോ, വി വിൽ നോട്ട് സെൻഡ് ഇറ്റ്. ഞങ്ങളിത് മോർച്ചറിയിൽ വെക്കും. ഒരു ആംബുലൻസ്, മോർച്ചറിയുള്ള മൊബൈൽ മോർച്ചറിയുള്ള ആംബുലൻസ് കൊണ്ടുവരൂ, ഉം. എന്നിട്ട് ഞങ്ങളിത് റിലീസ് ചെയ്യാമെന്ന് അവര് പറയണ്ടേ? അവർക്കെതിരെയും അനാസ്ഥയ്ക്ക് കുറ്റമെടുക്കണം. ആംബുലൻസ് ഡ്രൈവറാണ് ഇടയ്ക്ക് വെച്ചിട്ട് അതെ. അതിൽ ഇന്റർഫെയർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് കേരളത്തിന് ശ്രീ മുരളീധരൻ വളരെ നല്ല മന്ത്രിയാണ്. താങ്കൾ കൂടെ ഒന്ന് സക്രിയമായിട്ട് ഇടപെടണം. ഇങ്ങനെ കലാമിറ്റിയുടെ മുഖത്ത് നിൽക്കുമ്പോൾ പുറംതിരിഞ്ഞ് നിൽക്കുന്നവർ, ജനങ്ങൾക്ക് ഒരു അസ്വസ്ഥത തോന്നുന്ന, വിശ്വാസ്യത നഷ്ടപ്പെടുന്നുള്ള പ്രവർത്തനങ്ങൾ ആരോഗ്യ പ്രവർത്തകരിൽ നിന്ന് ഉണ്ടാവരുത്. അതിന് താങ്കൾ തന്നെ ഒരു സർക്കുലർ എത്രയും വേഗം കൊടുക്കുക. ഡിസാസ്റ്റർ പെട്ടുവരുന്ന ആൾക്കാരുടെ, അവർ ലൈവ് ആണെങ്കിലും മരിച്ചിട്ടാണ് വരുന്നതെങ്കിലും അവർക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുക. അവരുടെ കാര്യങ്ങളിൽ വളരെ നന്നായി ഇടപെടുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യുക. ഗൗതമിന്റെ അമ്മ കരഞ്ഞ പോലെ ഇനി ഒരു അമ്മയും വാവിട്ട് നിലവിളിക്കാൻ അതെ. ഇടയാവാതിരിക്കട്ടെ. അവരവിടെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തില്ല എന്ന് ശ്രീ രമേശ് ചെന്നിത്തല, താങ്കളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പ്രതീക്ഷയുണ്ട്. അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു പോലീസ് ഓഫീസറും പറയാതിരിക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓഫീസറിനെതിരെയും തക്കതായ ശിക്ഷാ നടപടികൾ വേണമെന്ന് എല്ലാ അമ്മ മനസ്സും ഒറ്റക്കെട്ടോടുകൂടെ പറയുന്നു. അതുപോലെ രാജേഷിന്റെ ശരീരത്തിന് ഏൽക്കേണ്ടി വന്ന അനാദരവ്, അതെ. അല്ലേ, അത് ഇനി ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ. ആ കുടുംബത്തോടൊപ്പവും നമ്മളെല്ലാവരും ഉണ്ട്. ഇനി ആർക്കും ഇങ്ങനൊരു ദുർഗതി വരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.